നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ആരെങ്കിലും വിമർശിച്ചോ കുരിശ് പൊളിച്ച രീതി എന്നതായിരുന്നു ഇന്നലെ മുഴുവൻ ഉയർന്ന ചോദ്യം. അടിച്ചു പൊളിച്ച കുരിശിൻ്റെ ദൃശ്യം കണ്ടിട്ടും ഒരു വിശ്വാസി പോലും പ്രതിഷേധിക്കാതിരുന്നിട്ടും പിണറായിക്ക് മാത്രം കുരിശിനോടെന്തേ ഇത്ര സ്നേഹമെന്നായിരുന്നു ചോദ്യത്തിലെ കാതൽ. എന്നാൽ ഇന്ന് മുഴുവൻ കേട്ടത് എന്ത്? കയ്യേറ്റത്തെ എതിർത്തും കുരിശ് പൊളിച്ച രീതിയെ ശക്തമായി വിമർശിച്ചും ഇന്ന് നിലപാടെടുത്തവരിൽ പ്രതിപക്ഷ പാർട്ടികളും മതമേലധ്യക്ഷന്മാരും മാത്രമല്ല, ഇന്നലെ ചോദ്യമുയർത്തി വിമർശിച്ച മാധ്യമങ്ങളുമുണ്ടായിരുന്നു. അപ്പോൾ ശരി ആര്? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. മൂന്നാറിൽ ഒഴിപ്പിക്കാം, എന്നാൽ അടിച്ചുപൊളി വേണ്ട എന്നതാണ് ഇന്നത്തെ ചർച്ചകളുടെ കാതൽ. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM നേതാവ് ശ്രീ A. റഹീം, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KVS ഹരിദാസ്, ഒപ്പം KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലും ചേരുന്നു. ഫാദർ വർഗീസ് വള്ളിക്കാട്ട്, ഇന്ന് ഏറ്റവും കൂടുതൽ അഭിപ്രായം വന്നത് ഇന്നലെ മൂന്നാറിൽ കുരിശ് പൊളിച്ച രീതിയെ എതിർത്തുകൊണ്ടാണ്. വിവിധ സഭകളുടെ മതമേലധ്യക്ഷന്മാരൊക്കെ ആ രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞതാണ് KCBC. താങ്കളുടെ തന്നെ പത്രക്കുറിപ്പിലൂടെ അത് ഇന്നലെ ചർച്ച ചെയ്തതാണ്. പക്ഷേ അപ്പോഴൊക്കെ ഏറ്റവും വലിയ വിമർശനം നേരിട്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കുരിശ് തകർത്ത രീതി ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കുരിശ് അവിടെ സ്ഥാപിച്ച കയ്യേറ്റക്കാരുടെ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് വരെ പറയുകയുണ്ടായി. KCBC ഏത് പശ്ചാത്തലത്തിലാണ് ഇന്നലത്തെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത്? ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് അപ്പോഴും ഇപ്പോഴും? KCBC ഇന്നലെയും ഇന്നും ഈ കാര്യത്തിൽ ഒരേ നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുരിശ് വളരെ പരസ്യമായിട്ട് അടിച്ച് തകർത്ത് താഴെ ഇറക്കി അതിനെ തകർക്കുന്ന രംഗം അപ്പോൾ തന്നെ വളരെ ലൈവായിട്ട് മീഡിയയിലൊക്കെ തത്സമയം തന്നെ സംപ്രേഷണം ചെയ്യുന്ന ആ ഒരു രീതി കുരിശിനെ വിശ്വാസത്തിന്റെ ഭാഗമായി കാണുന്ന അനേകർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു ദൃശ്യമായി എന്നാണ് പ്രധാനമായിട്ട് KCBC ചൂണ്ടിക്കാണിച്ചത്. കേരളത്തിന്റെ ഇപ്പോൾ കേരളം ഭരിക്കുന്ന LDF സർക്കാർ ഈ കാര്യത്തിൽ എന്താണ് നിലപാടെടുത്തിട്ടുള്ളത്? ഒരു മതേതര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പരസ്യമായി ഇങ്ങനെ ഒരു മതപ്രതീകത്തെ തല്ലി തകർക്കുന്നത് കാണുന്നത് ഉചിതമാണോ എന്നുള്ള ഒരു നിലപാടാണ് KCBC എടുത്തത്. എന്നാൽ അതേസമയം തന്നെ ഏതെങ്കിലും തരത്തിൽ കുരിശിനെ മറയാക്കിക്കൊണ്ട് മൂന്നാറിൽ ഒരു കയ്യേറ്റ ശ്രമം നടക്കുന്നതിനെ ന്യായീകരിക്കുകയോ അത്തരത്തിലുള്ള ഏതെങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെ എതിർക്കുകയോ KCBC ചെയ്തിട്ടില്ല. KCBC വിമർശിച്ചത് യഥാർത്ഥത്തിൽ ആ കുരിശ് തകർക്കുന്ന ആ രീതിയും അതിന് കൊടുത്ത ആ ഒരു വലിയ പ്രചാരണവും അതാണ് മൂന്നാറിലെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ള രീതിയിലുമാണ്. നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് ഒരു 3-4 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു കുരിശ്, ഒരു കുരിശും തൊട്ടി എന്ന് വിളിക്കാവുന്ന ഒരു കപ്പേളയാണ്. അപ്പോ അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ അത് കൈകാര്യം ചെയ്യേണ്ട ഒരു രീതിയില്ലായിരുന്നു, ആ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിനെ കുറെ കൂടി നിയമപരമായി അത് അവിടെ നിന്ന് മാറ്റാൻ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അത് മാറ്റണമെങ്കിൽ തന്നെ അത് ഒരു വിശ്വാസ പ്രതീകം എന്നുള്ള രീതിയിൽ ആരുടെയും വികാരത്തെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിക്കാതെ അത് അവിടെ നിന്ന് നീക്കം ചെയ്യുകയോ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കുമായിരുന്നു. അതിന് തയ്യാറാകാതെ ഇരുന്നതിനെയാണ് KCBC വിമർശിച്ചത്. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ എടുത്ത നിലപാട് തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ
മതവിഭാഗങ്ങളുടെയും ഒക്കെ വികാരങ്ങളെ അദ്ദേഹം മാനിക്കാൻ കടപ്പെട്ട വ്യക്തിയാണ്. അത് അദ്ദേഹം ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ച വലിയ മാതൃകാപരമായ ഒരു നിലപാട് തന്നെ. ശ്രീ വർഗീസ് വള്ളിക്കാട്, ഈ വിഷയത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി ഈ രീതിയിൽ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം അപ്പോഴും പറയുന്നുണ്ടായിരുന്നു, കയ്യേറ്റത്തെ ഒരു കാരണവശാലും ഈ സർക്കാർ അംഗീകരിക്കില്ല, ശക്തമായ നിലപാടുണ്ടാകും. അതേസമയം ഈ ദൃശ്യം വല്ലാത്ത ഒരു പേരാണ്, പ്രതിച്ഛായ നഷ്ടമാണ് സർക്കാരിനുണ്ടാക്കുക. സർക്കാർ അത് ആഗ്രഹിക്കുന്നില്ല. ഈ കുരിശ് തകർത്ത LDF സർക്കാർ എന്ന പ്രതീതി ഉണ്ടാക്കും എന്ന ഒരു ആശങ്കയാണ് അദ്ദേഹത്തെ കൊണ്ട് ആ രീതിയിൽ പ്രസംഗിപ്പിച്ചത്, പ്രതിഷേധം ഉയർത്തിയത്, വിമർശനം ഉണ്ടാക്കിയത്. അത് പറഞ്ഞപ്പോൾ ഇന്നലെ മുഴുവൻ മുഖ്യമന്ത്രിയെ വിമർശിച്ച നിരീക്ഷകരും മാധ്യമങ്ങളും ഒക്കെ എടുത്തൊരു നിലപാടുണ്ടായിരുന്നു. കയ്യേറ്റം, അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ഈ രീതിയിൽ അഭിപ്രായം പറഞ്ഞതെന്ന്. KCBCക്കെങ്കിലും കുറഞ്ഞപക്ഷം ആ കാര്യത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടോ? മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ ഒരു കയ്യേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ മറ്റൊന്നും അതിൽ കാണേണ്ടതില്ല എന്നൊരു വിചാരമുണ്ടോ KCBCക്കെങ്കിലും? മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ പറഞ്ഞോളൂ ഫാദർ. അദ്ദേഹം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോ തീർച്ചയായിട്ടും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ് മൂന്നാറിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുള്ളത്. അദ്ദേഹം അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം കയ്യേറ്റക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ആയുധമാക്കിയെന്നോ അല്ലെങ്കിൽ ഇതിനെ ഒരു ഉപകരണമാക്കിയെന്നോ ചിന്തിക്കാൻ KCBCക്ക് സാധിക്കുന്നില്ല. അങ്ങനെ അതിനെ കാണുന്നുമില്ല. ശ്രീ വർഗീസ് വള്ളിക്കാട്ട്, ഈ പറഞ്ഞ കാര്യത്തിൽ ഇന്നലെ വന്ന വലിയ വിമർശനം, ഒരു വിശ്വാസി പോലും ഈ നേരമായിട്ടും വൈകുന്നേരത്തെ അന്തിച്ചർച്ചാ സമയമായിട്ട് കൂടി ഒരാൾ പോലും, ഒരു വിശ്വാസി പോലും ഈ കുരിശ് തകർത്തതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിന് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നു എന്നാണ്. ഈ കാര്യത്തിൽ ഒരു വിശ്വാസി എന്തെങ്കിലും എതിർത്ത് ഉറക്കെ ശബ്ദിച്ച് കരഞ്ഞു വിളിക്കേണ്ടതുണ്ടോ? അങ്ങനെ മാത്രം ഉണരേണ്ടതാണോ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യം? അത് തീർച്ചയായിട്ടും അങ്ങനെയല്ലല്ലോ വേണ്ടത്. നാട്ടിലൊരു വലിയ ഇതിനെതിരെ ശക്തമായ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി വരുമ്പോൾ മാത്രമല്ലല്ലോ മുഖ്യമന്ത്രി അത് കാണുകയോ അതേ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയോ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നടപടികൾ എടുക്കുമ്പോൾ അതിന് ഒരു പക്വമായിട്ടുള്ള ഒരു രീതി ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് കുറെ കൂടി വിവേകത്തോടു കൂടി അത് നിർവഹിക്കാൻ സാധിക്കണം എന്നുള്ള രീതിയിലാണ് ആയിരിക്കണം അദ്ദേഹം അതിനെ കണ്ടതും ആ രീതിയിലായിരിക്കണം അദ്ദേഹം അവതരിപ്പിച്ചതും. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉന്നതതല യോഗത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. സർവകക്ഷി യോഗം ഈ കാര്യത്തിൽ വിളിക്കണം, മതമേലധ്യക്ഷന്മാരുമായി സംസാരിക്കണം. അങ്ങനെയാണ് ഇതിന് ഒരു പരിഹാരം ഉണ്ടാകേണ്ടത്, എല്ലാവരുമായി സംസാരിക്കണം. അതാണോ ഇപ്പോൾ KCBC ഉൾപ്പെടെ കാണുന്ന ഒരു മാർഗം? ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി, കുരിശുകൾ ഉണ്ടാകാം, ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ ഉണ്ടാകാം, അതിലൊക്കെ കയ്യേറ്റങ്ങളോ കുടിയേറ്റങ്ങളോ ആയി കണ്ട് അതിനകത്ത് ഇടപെടേണ്ടി വരുമ്പോൾ എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ച് ഇത്തരം ഒരു ചർച്ച, അതാണ് തുടക്കത്തിലെങ്കിലും വേണ്ടത് എന്നുള്ളതാണോ KCBCയുടെയും നിലപാട്? തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയാലോചനകൾ എല്ലാം കൊണ്ടും വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി അതിന് തയ്യാറാകുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കുരിശിനെ സംബന്ധിച്ച് അല്ല നമ്മൾ KCBC തന്നെ കൃത്യമായ അതേപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞത്. ഈ കുരിശിന് അതിൻ്റെതായ പ്രത്യേകതകളും അതിന്റെ സ്വന്തം ചരിത്രവും അതിന്റെ സ്വന്തം താല്പര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതേസമയം തന്നെ കുരിശ് എന്നുള്ളത് അത് ആരവിടെ വെച്ചതാണെങ്കിലും അതിന്റെ പിന്നിൽ അവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അതൊക്കെ വെളിച്ചത്ത് വരുന്നിടം വരെ അതൊന്നും വ്യക്തമാകാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കുരിശടിച്ചു പൊളിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത് വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഫാദർ ആ കാര്യം ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് ഞാൻ ഒന്ന് അവിടെ ചോദിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയെ ഇന്ന് ഒരു നേതാവ്, മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയിലുള്ള ഒരു നേതാവ് വിമർശിച്ചത് ഈ കുരിശവിടെ കൊണ്ടുവച്ച സ്പിരിറ്റ് ഓഫ് ജീസസിന്റെ ആളാണ് മുഖ്യമന്ത്രി,
അവരുമായിട്ടുള്ള എന്തോ ഏർപ്പാടുണ്ട്, അവർക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ശബ്ദിക്കുന്നത് എന്നാണ്. അങ്ങനെ കാണേണ്ടതുണ്ടോ? ഈ കാര്യത്തിൽ അങ്ങനെ ഒരു സംശയം KCBC ഉയർത്തുമോ? ഇത് KCBC ഒരു കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ കാണുന്ന ഒരു സംവിധാനമാണല്ലോ. മറ്റൊന്ന്, ഒരു പൊളിറ്റിക്കൽ സംവിധാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടേതായ കാഴ്ചപ്പാട് അവതരിപ്പിക്കും. അതേപ്പറ്റി എല്ലാം KCBC അഭിപ്രായം പറയുന്നത് തന്നെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആയിട്ട് അത് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ഇടതുപക്ഷത്ത് തന്നെയുള്ള ഒരു നേതാവ് ഇതേ സംബന്ധിച്ച് KCBC ഇന്നലെ വിമർശനം ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതിന് മറുപടി പറയുകയും KCBC കുരിശ് കയ്യേറ്റം നടത്തുന്നവർക്ക് കടം കൊടുക്കുന്ന സംവിധാനമാണോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, കുരിശ് തകർത്തു, അത് കഴിഞ്ഞ കാര്യമാണ്. അതിന്റെ ആത്മാർത്ഥത അദ്ദേഹം തെളിയിക്കേണ്ടത് മൂന്നാറിലെ എല്ലാ അനധികൃത കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ചുകൊണ്ടായിരിക്കും. അതിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുകയും അത് അദ്ദേഹം ഉറപ്പുവരുത്തുകയും ചെയ്യട്ടെ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മുന്നണി, അദ്ദേഹത്തിന്റെ പാർട്ടി ഉൾപ്പെട്ടിരിക്കുന്ന സംവിധാനങ്ങൾ. അപ്പോ അങ്ങനെ അദ്ദേഹത്തിൻ്റെതായ ആത്മാർത്ഥത തെളിയിക്കട്ടെ. KCBCയെ സംബന്ധിച്ച് ഇതിനകത്ത് മറ്റ് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമോ ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും പ്രത്യേകം സംരക്ഷിക്കേണ്ടതായ ഒരു സാഹചര്യമോ ഇല്ല. ഇത് ഒരു മതപ്രതീകം. അതിപ്പോ കുരിശല്ല, അവിടെ ഒരു ക്ഷേത്രമായിരുന്നെങ്കിലും ഒരു മസ്ജിദ് ആയിരുന്നെങ്കിലും എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായ ഒരു ജാഗ്രതയെ സംബന്ധിച്ചും ഒരു വിവേകപൂർണമായ സമീപനത്തെ സംബന്ധിച്ചുമാണ് KCBC പറഞ്ഞത്. ശരി, ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ശ്രീ വർഗീസ് വള്ളിക്കാട്ട്. അതായത് ഇന്ന് അഭിവന്ദ്യ പിതാവ് ശ്രീ സൂസൈപാക്യം, ഒപ്പം കൂറലോസ് തിരുമേനി, അതുപോലെ സീറോ മലബാർ സഭയുടെ വക്താക്കൾ, ഇവരൊക്കെ വ്യത്യസ്തമായ സ്റ്റേറ്റ്മെൻറ്റുകൾ, പ്രസ്താവനകൾ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഈ കുരിശ് പൊളിച്ച രീതിയെ വിമർശിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, കയ്യേറ്റത്തെ എതിർക്കുമ്പോഴും. പക്ഷേ മാധ്യമങ്ങൾ ഉദ്ദേശിച്ച തലത്തിലേക്ക്, ചില മാധ്യമങ്ങളെങ്കിലും ഉദ്ദേശിച്ച തലത്തിലേക്ക് ഈ വിവാദം കൊഴുത്തില്ല എന്ന് കണ്ടുകൊണ്ട് സഭയിൽ ഭിന്നത എന്ന അർത്ഥത്തിലാണ് ഈ പ്രസ്താവനകളെ ചുരുക്കി വർണ്ണിച്ചിരിക്കുന്നത് ചില മാധ്യമങ്ങൾ. അങ്ങനെ ഒരു ഭിന്നതയുണ്ടോ? KCBCയും ഈ പറയുന്ന സഭകളും തമ്മിൽ ഈ കാര്യത്തിൽ ഒരു ഭിന്നതയുണ്ടോ? KCBCക്കുള്ളിൽ ഇതേ സംബന്ധിച്ച് ഭിന്നതയൊന്നുമില്ല. കേരളത്തിലെ 31 കത്തോലിക്ക രൂപതകൾ ഇതേ സംബന്ധിച്ച് അഭിപ്രായ ഐക്യത്തിൽ തന്നെയാണ് പോകുന്നത്. വ്യത്യസ്തമായ അഭിപ്രായമുള്ള മറ്റ് സഭയിലെ പിതാക്കന്മാരോ അല്ലെങ്കിൽ മറ്റ് സഭാ നേതാക്കന്മാരോ മത നേതാക്കളോ കണ്ടേക്കാം. എല്ലാവരോടും ഈ വിഷയം ഇതിനോടകം ഒരു ആശയവിനിമയമൊന്നും ഈ കാര്യത്തിൽ KCBC നടത്തിയിട്ടില്ല. സഭയ്ക്കുള്ളിൽ, ഈ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ ഇതേ സംബന്ധിച്ച് എല്ലാ പിതാക്കന്മാരും മിക്കവാറും ഇതേ സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഈ കാര്യത്തിൽ ഒരേ ശബ്ദത്തിൽ ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ കുരിശ് അവിടെ നിന്ന് തകർക്കുന്ന ആ ദൃശ്യം വേദനാജനകമാണ്. അത് വളരെയേറെ മുടിപ്പെടുത്തുന്ന ഒന്നായി. കാരണം അതൊരു കുരിശാണ്, അതൊരു വിശ്വാസത്തിന്റെ പ്രതീകമാണ്. അത് ആ രീതിയിൽ പ്രചരിപ്പിച്ചത് ശരിയായില്ല എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് സഭയ്ക്കുള്ളിൽ യാതൊരു ഭിന്നതയും. ശരി, ഫാദർ വർഗീസ് വള്ളിക്കാട്ട്, ഈ സമയത്ത് നമ്മളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. എന്തെങ്കിലും ചില ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അങ്ങയിലേക്ക് തിരിച്ചെത്തും എന്ന് അങ്ങയെ ഒന്നുകൂടി അറിയിക്കുകയാണ്. ഇപ്പോൾ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എന്നിട്ടും നമ്മളോടൊപ്പം 15 മിനിറ്റ് നേരം ചർച്ചയിൽ പങ്കെടുത്തു. വളരെ നന്ദി. ശ്രീ A. റഹീം, ഇതാണ് സഭകളുടെ നിലപാട്. KCBC ഈ കാര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ പോലും അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. ഈ രീതിയിലാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. ഈ കുരിശിൻ്റെ പേരിൽ ഈ സർക്കാരിനെ കുരിശിലേറ്റാൻ ശ്രമിച്ചവർ ഉണ്ടായിരുന്നോ? ആ രീതിയിലുള്ള ശ്രമങ്ങൾക്ക് ഒരു തിരിച്ചടി തന്നെയാണോ ഇന്നലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ രീതിയിൽ ഒരു തുറന്നു പറച്ചിൽ, വിമർശനം ഉന്നയിച്ചതിലൂടെ ഉണ്ടായത്? മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ഗവൺമെൻറ്റിനും ഇക്കാര്യത്തിൽ വളരെ സുതാര്യമായ സമീപനമാണുള്ളത്. അത് കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം, സർക്കാർ ഭൂമി വീണ്ടെടുക്കണം, അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഇന്നലെ ഉണ്ടായ പ്രശ്നം അതല്ല.
അത് ഇവിടെ നേരത്തെ ശ്രീ KCBCയുടെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ അതൊരു മതപ്രതീകമാണ്. ആ മതപ്രതീകം നീക്കം ചെയ്യുമ്പോൾ അത് വിശ്വാസമുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായും വേദനിപ്പിക്കുന്ന വിധം അത് കൈകാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. അത് കുറേ കൂടി അവധാനതയോടെ ചെയ്യേണ്ട ഒരു പ്രവർത്തനമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്ന ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരും സഭാ നേതൃത്വവുമെല്ലാമുണ്ട്. അവരുമായിട്ടെല്ലാം സംസാരിക്കാനും അവരെ കൂടി വിശ്വാസത്തിലെടുക്കാനും അതിനുശേഷം അത് ഒഴിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ഒഴിപ്പിക്കാനും അങ്ങനെയുള്ള ഒരുപാട് വഴികളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ ഇത്തരം നടപടികളിലേക്ക് പോയത് നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ ഒരുപക്ഷെ അവർക്ക് ശരിയെന്ന് പറയാം. പക്ഷേ നിയമത്തിൻ്റെ അച്ചടി മഷി മാത്രമല്ലല്ലോ നോക്കേണ്ടത്. നമുക്ക് വളരെ കൃത്യമായി സമൂഹത്തിൻ്റെ ഒരു ഹാർമണിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാത്ത വിധം അവധാനതയോടെ ചെയ്യേണ്ട ഒരു പ്രവർത്തനമായിരുന്നു ഇക്കാര്യം. അതുണ്ടായില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ ചൂണ്ടിക്കാണിച്ചത്. ഇതിൻ്റെ കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ചേർന്ന യോഗത്തിൽ വളരെ ജനാധിപത്യപരമായ സമീപനം ഇന്നെടുത്തതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അത് അവിടുത്തെ വളരെ സങ്കീർണമാണ്. അവിടുത്തെ മൂന്നാറിലെയും ഇടുക്കിയിലെയും ഈ പറയുന്ന കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾ വളരെ സങ്കീർണമാണ്. പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുടിയേറ്റവും കയ്യേറ്റവും രണ്ടാണ് എന്ന് കണ്ടുകൊണ്ട് കയ്യേറ്റങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമെടുക്കാൻ, കുടിയേറ്റങ്ങളിൽ അവ്യക്തതയുള്ളവർക്ക് രേഖകളിൽ കൃത്യത വരുത്തി കൊടുക്കാനൊക്കെ സർക്കാരിന് ബാധ്യതയുണ്ട്. ഇത് ഏറെക്കാലം ഇത് ഈ ഒരു സർക്കാരിൻ്റെ കാലയളവ് കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ കഴിയുന്നൊരു പ്രോസസ്സുമല്ല. ഏറെക്കാലം നിലനിൽക്കേണ്ട, തുടർച്ചയായി നടന്നു പോകേണ്ട ഒരു പ്രോസസ്സാണ്. അത്തരം പ്രോസസ്സിലേക്ക് സർക്കാർ പോവുകയാണ്. അപ്പോൾ അതിൽ സർക്കാർ വളരെ പരസ്യമായി വളരെ ശക്തമായ സുതാര്യമായ നിലപാട് മറ്റേതൊരു കാര്യത്തിലും എന്ന പോലെ ഇക്കാര്യത്തിലും സ്വീകരിച്ചു എന്നതാണ് ഇന്നലെ നടന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും ഇന്നത്തെ ഡെവലപ്മെൻറ്റും എല്ലാം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ശരി, ശ്രീ PM സുരേഷ് ബാബു, ഇന്നലെ ഒരു ദിവസത്തേക്കാണെങ്കിൽ കൂടി പ്രതിപക്ഷവും സർക്കാരിനെ ഈ കാര്യത്തിൽ വിലയിരുത്തിയ പലരും വിമർശിച്ചു കണ്ടു. ഈ മുഖ്യമന്ത്രി കുരിശ് തകർത്ത രീതിയെ എതിർത്ത് പറഞ്ഞിരിക്കുന്നത് കയ്യേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാൻ ആണ് എന്ന രീതിയിൽ. എന്തിന് ഒരു സഭാവിശ്വാസി പോലും ഈ കാര്യത്തിൽ അഭിപ്രായം പറയാതിരുന്നിട്ട് മുഖ്യമന്ത്രി ചാടിക്കേറി അഭിപ്രായം ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന്? എന്താണ് ശരി? മുഖ്യമന്ത്രിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നല്ലേ ഇന്നത്തെ ദിവസം UDF ഉൾപ്പെടെ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇന്നലെ മുഖ്യമന്ത്രി അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു സ്ഥിതി? തീരുമാനം എടുത്തിട്ടുണ്ട്. ആ UDFന്റെ തീരുമാനം എന്താന്ന് പറഞ്ഞാൽ കയ്യേറ്റങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കയ്യേറ്റങ്ങൾ നിർത്തണം, അത് ഒഴിപ്പിച്ചെടുക്കാൻ പറ്റുന്നിടത്തോളം ഒഴിപ്പിച്ചെടുക്കണം എന്നൊക്കെ തന്നെയാണ് UDFന്റെ നയസമീപനങ്ങൾ. ശ്രീ അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് നിലവിലിരുന്ന കാലഘട്ടത്തിലും ഇത്തരം കയ്യേറ്റങ്ങളും കുടിയേറ്റങ്ങളും ഒഴിപ്പിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുകയും ഒത്തിരി സ്ഥാപനങ്ങൾ ഇടിച്ചു തകർക്കുകയും ചെയ്തപ്പോഴൊക്കെ അന്ന് UDFന്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നയം അവയൊക്കെ സർക്കാർ ഏറ്റെടുത്താൽ മതി, സർക്കാരിൻ്റെ മുതലാക്കി മാറ്റിയാൽ മതി, അതിങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ആ നയം. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കുരിശ് പറിച്ചിടുന്നൊരു രംഗമുണ്ട്. കുരിശിന് നമ്മളുടെ എല്ലാവരുടെയും കണ്ണു മുമ്പിൽ അതിനകത്തൊരു ദൈവികത്വത്തിൻ്റെ അംശമുണ്ട്. പലപ്പോഴും ഞാനൊരു കാര്യം പറയാം, കുരിശ്, അമ്പലങ്ങൾ, പള്ളികൾ ഇതൊക്കെ റോഡിൻ്റെ സൈഡിലും മറ്റുമൊക്കെ ചില സ്വാർത്ഥ താല്പര്യങ്ങളാൽ സ്ഥാപിക്കപ്പെടുന്നതായിട്ട് പൊതുസമൂഹത്തിനൊരു വിലയിരുത്തലുണ്ട്. അതെന്തോ ആവട്ടെ, പക്ഷേ ആ ഒരു ദൈവികത്വത്തിൻ്റെ പ്രതീകമുള്ള ഒരു സാധനം അത് യാതൊരു തരത്തിലുമുള്ള മറ്റേതെങ്കിലും ഒരു മൺകട്ട പോലെ അതിനെ കണ്ട് അതിനെ എതിർക്കുമ്പോൾ, അതിനെ ഇല്ലാതാക്കുമ്പോൾ സ്വാഭാവികമായും അത് അത് വിമർശിക്കപ്പെടും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഞാനിപ്പോഴീ അതിനകത്ത് മുഖ്യമന്ത്രി എടുത്തൊരു നിലപാടിനെ കുറിച്ച്, മുഖ്യമന്ത്രിയുടെ നിലപാടിൻ്റെ അന്തസത്തയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക്, ശ്രീ പിണറായി വിജയന്, അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിക്ക് ഇത്രയധികം വികാരമുണ്ടാകേണ്ടുന്ന ഒരു സംഭവം ഗവൺമെന്റിന്റെ മേൽ ഈ ഒരു മതസമൂഹത്തിന്റെ ചിന്താഗതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും തരത്തിൽ ഒരു തരത്തിൽ ചീത്തയായി കാണുമോ എന്ന ആശങ്കയാണ്. പഴയ കാലങ്ങൾ നമ്മൾ ഓർക്കണം. രൂപതയെക്കുറിച്ച് രൂപത എന്നും ശ്രീ മത്തായി ചാക്കോയുടെ മരണം സംബന്ധിച്ച് തിരുമേനിയോയെ അഭിസംബോധന ചെയ്തതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു പശ്ചാത്തലം നിൽക്കുന്ന വ്യക്തിയും പാർട്ടിയുടെയും ഭാഗത്ത് നിന്ന് ഇത്രക്ക് മുന്നോട്ട് പോയി
ഒരു ഒരു പിന്നെ സംരക്ഷണത്തിന്റെ ജിഹ്വ അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടായിരിക്കാം. ഞാൻ അതിനെ അംഗീകരിക്കുന്നു, ഞാൻ അതിനെ മാനിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു പശ്ചാത്തലമുണ്ട്, ഒരു സാമൂഹ്യ പശ്ചാത്തലം. ആ സാമൂഹ്യ പശ്ചാത്തലവും രാഷ്ട്രീയ പശ്ചാത്തലവും മറന്നുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു അത് എന്ന്. ഈ സാമൂഹ്യ പശ്ചാത്തലമെന്നോ അല്ലെങ്കിൽ മുൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശ്രീ പിണറായി വിജയൻ അന്ന് എന്ത് വിമർശനമാണ് ഈ മത മേലധ്യക്ഷന്മാരുടെ കാര്യത്തിൽ എടുത്തത് എന്നതോ, ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തെല്ലും അക്കാര്യത്തിൽ തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല, അക്കാര്യത്തിൽ ഒരു ഉപേക്ഷയും നടത്തുന്നില്ല, തൻ്റെ വിശ്വാസങ്ങൾക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല, മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതാണ് ചെയ്യുന്നത് എന്ന് KCBCയുടെ വക്താവാണ് ഇവിടെ ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞത്. അത് അവർക്ക് വിശ്വാസമാകുമ്പോൾ എന്തിനാണ് ഈ രീതിയിലുള്ള സംശയത്തിൻ്റെ പുകമറ ഉണ്ടാക്കുന്നത്? അല്ല, ഞാൻ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് എനിക്കിതിനകത്ത് മറ്റ് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഓരോരുത്തരുടെ ഐഡന്റിറ്റി സൂക്ഷിക്കാൻ ശ്രമിക്കണം. ഏത് സ്ഥാനത്തിരുന്നാലും ഓരോരുത്തരും അവരവരുടേതായ ഐഡന്റിറ്റി, ഒരു കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി പറയുമ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റുകാരിൽ തന്നെ ശ്രീ പിണറായിയെ പോലെയുള്ളൊരു മുഖ്യമന്ത്രി പറയുമ്പോഴും അവർക്കൊക്കെ അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ആ സ്ഥാനം വരുമ്പോൾ മുൻവിധിയുടെ ആവശ്യമുണ്ടോ? ഇതാണ് നിങ്ങൾക്കൊക്കെ സംഭവിക്കുന്നത്. ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു മുൻവിധിയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് നിങ്ങൾ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെയും ഇന്നും പലരും ചോദിക്കുന്നത് കേട്ടു, താമരശ്ശേരി ബിഷപ്പിനെ എന്താണ് ഈ മുഖ്യമന്ത്രി അന്ന് വിളിച്ചത് എന്ന്. അതേ താമരശ്ശേരി രൂപതയാണ് ഇന്ന് പറഞ്ഞത്, ഈ മുഖ്യമന്ത്രി എടുത്ത കുരിശിന്റെ കാര്യത്തിൽ എടുത്ത നിലപാടിനോട് ഞങ്ങൾ യോജിക്കുന്നു എന്ന്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിൽ ആ ഐഡന്റിറ്റി വെച്ചുള്ള കളിക്ക് ആരും നിന്ന് തരുന്നില്ല എന്നുള്ളതാണ് തൊട്ട് മുമ്പ് 1-2 സംഭവങ്ങളിൽ തെളിഞ്ഞത്. ഇപ്പോൾ ഈ വിഷയത്തിലും 24 മണിക്കൂർ കഴിയുമ്പോൾ വ്യക്തമാകുന്നത്. ഞാൻ ആ സമീപനമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഉപയോഗിച്ച് അതിന്റെ കൂടെ മറുഭാഗത്ത് നിന്ന് പോകുന്നു. ശ്രീ PM സുരേഷ് ബാബുവും അക്കാര്യത്തിൽ വ്യത്യസ്തനല്ലാതായി പോകുന്നു, അറിയാതെയെങ്കിലും. ഇല്ല, അല്ല അങ്ങനെയല്ല. അങ്ങനെയല്ല. ഞാൻ ഇതിനകത്ത് അദ്ദേഹം ഇപ്പോൾ ഈ മാറി വരുന്ന സമീപനത്തിനോട് പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമീപനത്തിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ആ ഐഡന്റിറ്റി അവിടെയുണ്ട്. അതെങ്ങനെ മാറി മാറി വരാൻ തുടങ്ങിയാൽ അതിനെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹം കേരളത്തിൽ ഉണ്ടാകും. അതിന്റെ കാരണങ്ങൾ വരുന്നത് മുഴുവൻ ഇത്തരം ഒരു സ്ഥാനത്തിന്റെ മഹത്വപരമായ സമീപനം കൊണ്ട് മാത്രമാകരുത് എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അത് വ്യക്തിപരവും കൂടി ആകുന്നതാണെങ്കിൽ ഏറ്റവും നന്ന്. ശരി, ശ്രീ PM സുരേഷ് ബാബു, ഞാൻ തിരിച്ചു വരാം. റഹീമിന് അതിന് പ്രതികരിക്കാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് ശ്രീ KVS ഹരിദാസ്, ഈ കാര്യത്തിൽ ഇന്നലത്തെ മുഴുവൻ മാധ്യമ നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ശരിക്ക് പഠിച്ച വ്യക്തി കൂടിയാണ് താങ്കൾ. ഇന്ന് ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം എടുത്ത നിലപാട്, സമൂഹ മാധ്യമങ്ങളിലെ നിലപാടുകൾ, ഇതൊക്കെ അങ്ങ് കണ്ടിട്ടുണ്ട്. BJP ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു. അതായത് സ്പിരിറ്റ് ഓഫ് ജീസസിന്റെ വക്താവായി നിൽക്കുന്നു പിണറായി വിജയൻ കുരിശിന് വേണ്ടി വാദിക്കുമ്പോൾ എന്ന് ഇന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞിരിക്കുന്നു. ഇത് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ശ്രീ PM സുരേഷ് ബാബു പോലും അവസാനം പറഞ്ഞു നിർത്തിയിടത്താണ് ഇന്നത്തെ കേരള മുഖ്യമന്ത്രി നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ ഇതൊരിക്കലും ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് യോജിച്ച നിലപാടല്ല. തിരുത്തേണ്ടതാണ്, ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. ഒരിക്കലും ഈ കുരിശു തകർത്തതിനെ ഈ രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ട കണ്ണിലൂടെ തന്നെയാണ് കാണേണ്ടത് എന്നല്ലേ പറയേണ്ടി വരിക ശ്രീ KVS ഹരിദാസ്? ലാലെ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് സുരേഷ് ബാബു പറഞ്ഞതിനോട് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. ഞാൻ ഒരു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പിണറായി വിജയൻ ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് നല്ലതാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ അദ്ദേഹം നേരത്തെ ആവേണ്ടതായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.
അതിന് നേരത്തെ മുഖ്യമന്ത്രി ആകണമായിരുന്നു. സുരേഷ് ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ പഴയ മത്തായി ചാക്കോ അല്ല പഴയ മത്തായി ചാക്കോവിൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ആ ബിഷപ്പിനെതിരായിട്ട് നടത്തിയ പരാമർശം, ഞാനിതിവിടെ ആവർത്തിക്കുന്നില്ല, ആ പരാമർശം പിന്നീട് നമ്മുടെ കാന്തപുരത്തിൻ്റെ തിരുകേശം സംബന്ധിച്ച് പിണറായി വിജയൻ നടത്തിയ ദാറ്റ്സ് പാർട്ട് ഓഫ് ദ ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് തിരുകേശത്തെ കുറിച്ച് നടത്തിയ പരാമർശം ഏറ്റവും ഒടുവിൽ ജന്മാഷ്ടമി സമയത്ത് ഓണാഘോഷത്തിന്റെ ഭാഗമെന്ന നിലയിൽ ശ്രീനാരായണ ഗുരുദേവനെ ഞാനൊന്ന് ഇടപെടുക തന്നെയാണ് ആ ഘട്ടത്തിൽ. ശ്രീ പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലാതായിട്ടില്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു പാർട്ടിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് പാർട്ടിയുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ആ പ്രതികരിച്ചതിനെ തെറ്റാണെന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുക്കേണ്ട നിലപാട് അതാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് നേരത്തെ KCBCയുടെ വക്താവ് നമ്മളോട് പറഞ്ഞത്. അത് കൃത്യമായി ചെയ്തിരിക്കുന്നു. ഉദാത്തമായ നിലപാട് ഒരു മുഖ്യമന്ത്രി എടുക്കേണ്ട കൃത്യമായ നിലപാട് അത് എന്നുള്ളിടത്ത് എന്തിനാണ് അത് സമ്മതിക്കാൻ ഇത്രമാത്രം അസഹിഷ്ണുത? പല പ്രധാനമന്ത്രിമാരും, അങ്ങനെ ഒരുപാട് പ്രധാനമന്ത്രിമാരില്ല, രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കൾ അവരുടെ പാർട്ടിയുടെ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ലാത്ത സാഹചര്യം നിലനിൽക്കുന്ന രാജ്യത്താണ് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഭരണഘടനാപരമായി ഇടപെടുന്നത്, പെരുമാറുന്നത്. ശ്രീ KVS ഹരിദാസ്. ലാലെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ലാലിങ്ങനെ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ ലാലെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ സംസാരിച്ചിരുന്ന പിണറായി വിജയൻ ഇന്നിപ്പോൾ ഈ കുരിശിൻ്റെ കാര്യത്തിൽ കാണിച്ച താല്പര്യം, അമിതമായ താല്പര്യം, അത് നല്ലതാണെങ്കിൽ നല്ലത് തന്നെയാണെന്ന് വിചാരിച്ചോളൂ. അതിനകത്തൊരു ദുഷ്ടലാക്കുണ്ട് ശ്രീ KVS ഹരിദാസ്. എന്നോട് ക്ഷമിക്കുക, ഞാൻ അങ്ങനെ പറയുന്നതിൽ അമിത താല്പര്യമാണോ ഒരു മുഖ്യമന്ത്രി കാണിക്കേണ്ട? സാമാന്യ സന്തുലിതമായ മാനസിക നിലയല്ലേ ഇങ്ങനെ പെരുമാറേണ്ടത്? അങ്ങനെ അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി, UDF, BJP, മതമേലധ്യക്ഷന്മാർ എങ്ങനെ വിശേഷിപ്പിക്കുമായിരുന്നു? ലാലെ, ഞാനതൊന്നും പറഞ്ഞിട്ട് ലാല് സംസാരിച്ചോളൂ, എനിക്ക് തർക്കമില്ല. ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഒരു 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 പ്രധാനപ്പെട്ട 100 കണക്കിന് ഏക്കർ സ്ഥലം കൈയടക്കി വച്ചിട്ട് അവിടെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് റവന്യൂ അധികൃതർ 3 തവണ നോട്ടീസ് കൊടുത്തു. അതിൽ നിന്ന് ഒരു നടപടിക്ക് അവർ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ആ നോട്ടീസുകളെ അവഗണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. ഈ ഒരു സംഘടന എന്ന് പറയുന്നത് കത്തോലിക്ക സഭ പോലും പരസ്യമായിട്ട് തള്ളി പറഞ്ഞ സംഘടനയാണ്. കത്തോലിക്ക സഭയുടെ ഒരു എന്താ പറയുക, അവരുടെ പള്ളികളിൽ വായിക്കുന്ന നോട്ടീസ് ഉണ്ടല്ലോ, അത് എൻ്റെ കയ്യിലുണ്ട് അവസാനം. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇവർ ക്രൈസ്തവ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നതാണ് ഈ പർട്ടിക്കുലർ സംഘടനയെക്കുറിച്ച് പറയുന്നത്. അപ്പം അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം കുരിശ് നാട്ടി അതിൻ്റെ പുറകിൽ കയ്യേറ്റം നടത്തുമ്പോൾ അതിനെ തച്ച് തകർക്കേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനില്ലേ? ആ ഉത്തരവാദിത്തമല്ലേ CPIയുടെ മന്ത്രി അവിടെ ചെയ്തത്? അതിനെയല്ലേ CPIക്കാർ പരസ്യമായിട്ട് ഇടവേളയ്ക്ക് ശേഷം അന്വേഷിക്കേണ്ടതും അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ കുരിശവിടെ വച്ച സമയം മുതൽ അന്ന് കേരളം ഭരിച്ച ഭരണകൂടം എന്ത് ചെയ്യുകയായിരുന്നു? ഇപ്പോൾ ഈ പരിസ്ഥിതിയിലും സുരക്ഷയിലും ഇടപെടാൻ സാധിക്കുമെന്ന് വീമ്പിളക്കുന്ന കേന്ദ്ര ഭരണകൂടം അന്ന് എന്ത് ചെയ്യുകയായിരുന്നു? ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ശ്രീ A. റഹീം, ഈ കാര്യത്തിൽ ഇപ്പോഴും ശ്രീ PM സുരേഷ് ബാബുവും KVS ഹരിദാസും ഈ കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ എടുക്കുന്ന നിലപാട് ശ്രീ പിണറായി വിജയൻ മുമ്പ് എന്താണ് ഈ കാര്യത്തിൽ എടുത്ത നിലപാട് എന്നുള്ളതാണ്. അക്കാര്യത്തെ മനസ്സിൽ വച്ചുകൊണ്ടാണോ ഈ വിമർശനങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ ലഘൂകരിച്ച് കാണാൻ സാധിക്കുമോ ഇതിനെ? ശ്രീ PM സുരേഷ് ബാബുവിനും ബഹുമാനപ്പെട്ട ശ്രീ KVS ഹരിദാസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പരോക്ഷമായി ഭാരതീയ ജനതാ പാർട്ടിക്കും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എഴുതി വച്ചിരുന്ന പ്രസ് റിലീസ് ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞ് പുതിയ പ്രസ് റിലീസ് ഇറക്കേണ്ടി വന്നതിൻ്റെ വിഷമമാണ് ഇപ്പോൾ തീർക്കുന്നത്. സഖാവ് പിണറായി ഇന്നലെ ഇത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു പുകിൽ? എന്തിനത് പറഞ്ഞു? ശ്രീ PM സുരേഷ് ബാബുവിൻ്റെയും ശ്രീ KVS ഹരിദാസിൻ്റെയും വിമർശനം, സാമൂഹ്യ മാധ്യമങ്ങളിലെ പലരുടെയും വിമർശനം, മത്തായി ചാക്കോയുടെ പ്രശ്നം, രൂപത
അത് അദ്ദേഹമല്ല പറഞ്ഞത്, പക്ഷേങ്കിലും അദ്ദേഹത്തിൻ്റെ ചുമലിൽ വെക്കുകയാണ്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം എടുത്ത ശക്തമായ നിലപാടുകൾ ഇപ്പോഴെവിടെ പോയി എന്നാണ്. കാര്യങ്ങളെ വസ്തുതാപരമായാണ് നമ്മൾ സമീപിക്കുന്നത്. ഇപ്പോൾ കുരിശ് പൊളിക്കുന്നത് അല്ലെങ്കിൽ ഒരു മതചിഹ്നം തകർക്കുന്നത്, മതസ്ഥാപനം തകർക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഇപ്പോൾ ശ്രീ PM സുരേഷ് ബാബു പറഞ്ഞത് ഓരോരുത്തരുടെ ഐഡൻറ്റിറ്റി സൂക്ഷിക്കണമെന്നാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കുരിശ് തകർന്നതിൽ എന്തിന് വിഷമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരം. ശ്രീ PM സുരേഷ് ബാബുവിൻ്റെ പാർട്ടിയെയും എൻ്റെ പാർട്ടിയെയും വ്യത്യസ്തമാക്കുന്നതും ഇതുതന്നെയാണ്. കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ആദ്യത്തെ വർഗീയ കലാപം, ആസൂത്രിത വർഗീയ കലാപത്തിന് RSS ആസൂത്രണം ചെയ്ത് തലശ്ശേരിയിലായിരുന്നു. ആ തലശ്ശേരി വർഗീയ കലാപം നടക്കുന്ന സമയത്ത് തലശ്ശേരിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും പ്രമുഖനായ നേതാവായി നിൽക്കുന്ന വ്യക്തിയുടെ പേരാണ് ഇന്ന് കേരള മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കുന്ന സഖാവ് പിണറായി. ആ സഖാവ് പിണറായി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് അന്ന് തലശ്ശേരിയിലെ മുസ്ലിം പള്ളികൾക്ക് കാവൽ നിന്നത്. മെരുമ്പായി പള്ളിയുടെ മുമ്പിൽ അന്ന് UK കുഞ്ഞിരാമൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പിടഞ്ഞു മരിച്ചത് പള്ളി പൊളിക്കാൻ പോയപ്പോഴല്ല, RSSകാർ പള്ളി പൊളിക്കാൻ വന്നപ്പോൾ തടഞ്ഞതിൻ്റെ പേരിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഈ രാജ്യത്ത് ഇഷ്ടമുള്ള മതം ആചരിക്കാനും വിശ്വസിക്കാനും ഏതൊരാൾക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ മതത്തിൻ്റെയും മതചിഹ്നത്തിൻ്റെയും പേരിൽ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അവരെ തടയണമെന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കയ്യേറ്റമാകട്ടെ എന്തുമാകട്ടെ, ഒരു മതചിഹ്നം, ആ മതചിഹ്നം പരസ്യമായി ദൃശ്യമാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ലൈവായി തകർത്തെറിയുമ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലെങ്ങാൻ അതിൻ്റെ ഒരു വേദനയുണ്ടായാൽ അതുണ്ടാകരുത് എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. ആ നിലപാട് തന്നെയാണ്. ആ നിലപാടുള്ളപ്പോൾ തന്നെ തെറ്റുകൾക്ക് മുമ്പിൽ വോട്ട് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കലല്ല സഖാവ് പിണറായിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. അതാണ് ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം. അതാണ് PM സുരേഷ് ബാബുവിൻ്റെ പാർട്ടിയും എൻ്റെ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അല്ലേ, മത്തായിച്ചാക്കയുടെ വിഷയമാകട്ടെ, ഏതൊരു ഘട്ടമാകട്ടെ, ശക്തമായ നിലപാട് പറയും. അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ ഉൾപ്പെടെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം അദ്ദേഹം ധൈര്യമായി പറഞ്ഞല്ലോ. മാതാമൃതാനന്ദമയുടെ സ്ഥാപനത്തിൽ പോയി മാതാമൃതാനന്ദമയുടെ അതുമായി ബന്ധപ്പെട്ട് നിശിതമായ വിമർശനം അവരുടെ വേദിയിൽ ഉന്നയിച്ചില്ലേ. ശ്രീ KVS ഹരിദാസ് തന്നെ ഇവിടെ കാന്തപുരം മുസ്ലിയാരുമായി ബന്ധപ്പെട്ടുള്ള തിരുകേശ വിവാഹത്തെക്കുറിച്ച് പരാമർശിച്ചു. ഞാൻ ചോദിക്കട്ടെ, അതുപോലൊരു പരാമർശം കാന്തപുരത്തെ സംബന്ധിച്ച് കേരളത്തിലുടനീളമായി യാത്ര നടത്തിയപ്പോൾ പറയാൻ ധൈര്യം കാണിച്ച ആളാരാ? അത് സഖാവ് പിണറായിയാണ്. അത് പറയാൻ ധൈര്യം കാണിച്ച പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതൊരു നിലപാടാണ്. ആ നിലപാടാണ് ഇപ്പോഴും ആവർത്തിച്ചത്. ഞങ്ങൾ വസ്തുതാപരമായാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. ശരി കാണുമ്പോൾ ശരിയെന്ന് തന്നെ പറയും, തെറ്റ് കണ്ടാൽ അതിനെ തെറ്റെന്ന് പറയും. ശരി, ശ്രീ PM പറയുന്നതിലാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഇന്ന് UDF തീരുമാനിച്ചതുപോലെ നിങ്ങൾക്കും ഉണ്ടായിരുന്നു ഇതേ അഭിപ്രായം. ഇങ്ങനെ ഒരു ദൃശ്യം ഒരുപക്ഷെ ഇപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ ഏതെങ്കിലും വിശ്വാസി നേരിട്ട് പ്രതിഷേധിക്കുന്നതിനിടയാക്കിയില്ലെങ്കിൽ കൂടി അവരുടെ മനസ്സിൽ ആ ചിഹ്നം പല രീതിയിൽ പതിയും. അത് പിന്നീട് എപ്പോൾ വേണമെങ്കിലും ആർക്കും ഊതി വീർപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആളിക്കത്തിക്കാൻ പാകത്തിൽ അത് അവിടെ ഉണ്ടാകും. ഇതൊക്കെ അറിയാവുന്നവരായിരുന്നു നിങ്ങളും. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നണി യോഗം ചേർന്ന് ഈ കാര്യത്തിൽ കുരിശു തകർത്തതിനെ ഞങ്ങൾ യോജിക്കുന്നില്ല, അത് അധാർമികം എന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നലെ എന്തുകൊണ്ട് ആ കാര്യത്തിൽ പറഞ്ഞില്ല? ഒരു ദിവസം വൈകിയത് കൊണ്ടുണ്ടായ ആ നഷ്ടം നിങ്ങൾക്കുണ്ടായിരുന്ന ആത്മാർത്ഥതയെ നിങ്ങൾക്കുണ്ടോ എന്ന ആ ചോദ്യമാണ്. ആത്മാർത്ഥത നിങ്ങൾക്കുണ്ടോ ഈ കാര്യത്തിൽ? ഇങ്ങനെ ഒരു കുരിശു തകർത്ത് വേദനിക്കുന്ന ആരെയെങ്കിലും വേദനിപ്പിക്കാതിരിക്കലാണ് ഞങ്ങളുടെ മുന്നണിയുടെ വിശ്വാസം എന്ന് പറയാനുള്ളൊരു ആത്മാർത്ഥത നിങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നുവെങ്കിൽ വിശ്വസിക്കുമായിരുന്നു. എന്തുകൊണ്ടുണ്ടായില്ല? അല്ല, ഞങ്ങള് ഞങ്ങളുടെ മുന്നണിയും ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വവും ഏത് നിമിഷത്തിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഒരു വിശ്വാസ്യതയും ഞങ്ങളുടെ ആത്മാർത്ഥതയും ശ്രീ ലാലടക്കം അംഗീകരിച്ച് തരുന്നതിനെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലതപ്പെട്ട് ഞങ്ങൾ ഒരു തീരുമാനമോ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുകയുമില്ല. അതല്ല പ്രശ്നം ഇവിടെ. പ്രശ്നം ഇവിടെ എന്താ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടേതാണ് പ്രതികരണം. ആ പ്രതികരണം കേരളത്തിൽ ഒരു ചെറുവിരൽ അനങ്ങുമ്പോൾ ആ ചെറുവിരൽ അനങ്ങിയിരിക്കുന്നു എന്ന വിവരം കേൾക്കാൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി അവകാശവും അവസരവുമുള്ള ഒരാളാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് അതിൻ്റെ മുകളിൽ ആ കുരിശിൻ്റെ ഫൗണ്ടേഷൻ്റെ മുകളിൽ ആദ്യത്തെ അടി വീഴുമ്പോൾ അറിയാം. അന്നേരം അത് തടയാൻ അദ്ദേഹം ശ്രമിച്ചില്ലല്ലോ. എന്താ അദ്ദേഹം ശ്രമിച്ചുകൂടായിരുന്നോ? ഞാനിത് പറയാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അത് ഇന്നലെ രാവിലെ തന്നെ അന്വേഷിച്ചിരുന്നു.
ആ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹം അന്വേഷിക്കുകയും അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയും അതിൽ അദ്ദേഹം അവരെ താക്കീത് കൊടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ആർക്കൊക്കെയോ അമിതമായ ആവേശം അങ്ങ് പറയുന്നത് പോലെ ഉണ്ടായിരുന്നു. അത് പല റിപ്പോർട്ടുകളുണ്ട് മാധ്യമങ്ങളിൽ. സർക്കാരിന്റെ പക്ഷം പറയാൻ എനിക്കാകില്ല. പക്ഷേ അക്കാര്യത്തിൽ ആർക്കൊക്കെയോ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇന്ന് ചില മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. ചില കേന്ദ്രമന്ത്രിമാർ മൂന്നാറിൽ ഇടപെടുന്നുണ്ട്. ചില ദേശീയ താല്പര്യമുള്ള പാർട്ടികൾ, സംഘപരിവാറുമായി ബന്ധപ്പെട്ട ശക്തികൾക്ക് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധം വരുന്നു എന്ന നിരീക്ഷണങ്ങൾ ചില മാധ്യമങ്ങളിൽ കണ്ടു. ഇതൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഒരു അന്വേഷണം നടത്താൻ പാകത്തിൽ മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാകില്ലേ ശ്രീ സുരേഷ് ബാബു? സംഘപരിവാറിനെ തടയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ. സംഘപരിവാറിനെ തടയാനൊന്നും ഞങ്ങൾക്ക് കഴിവുമില്ല, ഞങ്ങൾക്ക് ശക്തിയുമില്ല. അത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കും കേജ്രിവാളിനും മാത്രമല്ലേ ഉള്ളൂ. അത് നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ ഇന്നലെ ദിവസം. അതുകൊണ്ട് ആ ഒരു സംഘപരിവാർ ശക്തികളുടെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഭരണകൂടത്തിന്റെ അതല്ല സത്യസന്ധതയുടെ പേരിൽ, ആത്മാർത്ഥതയുടെ പേരിൽ രാജ്യത്ത് സംഘപരിവാറിനെ തടയണമെന്നുള്ള സത്യസന്ധതയുടെയും ആത്മാർത്ഥവുമായ സമീപനം. ഞങ്ങൾ ഈ കുരിശു വരിച്ചതിനെ കുറിച്ച് 24 മണിക്കൂറിന് ശേഷമുള്ള പ്രതികരണത്തെക്കുറിച്ച് ഞങ്ങളുടെ സത്യസന്ധതയെ, ഞങ്ങളുടെ ആത്മാർത്ഥതയെ ഇത്രയധികം സംശയിക്കുന്ന താങ്കൾക്ക് ഈ സത്യസന്ധതയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ഈ വിഷയങ്ങളൊന്നും ഇങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത്. സുരേഷ് ബാബു, നിങ്ങളുടെ പാർട്ടിക്ക് സംഘപരിവാറിനെ എത്രത്തോളം പ്രതിരോധിക്കാനാകുമെന്ന് ഇന്ന് ബി.ജെ.പിയിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന കമൽനാഥ്, അമിത്ഷാ ഡൽഹിയിൽ എത്താത്തത് കൊണ്ട് മാത്രം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കമൽനാഥ് അവിടെയുണ്ട്. അതൊരു ഉത്തരം പറയേണ്ട ചോദ്യമാണ്. പിന്നെ ഈ കാര്യത്തിൽ നിങ്ങളുടെ ആത്മാർത്ഥത ഇപ്പോഴും തുലാസിൽ തന്നെയാണ് ശ്രീ സുരേഷ് ബാബു. ഇന്നലെ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് മൗനം നടിച്ചു? നിങ്ങളുടെ പ്രതിനിധികളിൽ ചാനലിൽ മുഖ്യമന്ത്രിയെ ഇന്ന് പറഞ്ഞ ആവേശത്തോടുകൂടി പറയാതെ ഇന്നലെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി. ലാൽ, ഞങ്ങളുടെ ചാരിത്രത്തെ ഒന്നും ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടുന്ന ഒരു ആവശ്യമൊന്നുമില്ലല്ലോ. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ കുറെ കാലങ്ങളായി ഭരണത്തിന്റെ സ്വാധീനങ്ങളുള്ള പാർട്ടികളാണ്. ഇപ്പോൾ 2 കേരളത്തിന്റെയും മറ്റിതര സംസ്ഥാനങ്ങളുടെയും ഭാഗത്തു നിന്ന് ഞങ്ങൾ എതിർപക്ഷത്ത് നിൽക്കുന്നവരാ. ഞങ്ങൾ അതിനകത്ത് അകലെയാണ്. അപ്പൊ കൂട്ടത്തിൽ നിന്നില്ല ഭിക്ഷ അതൊക്കെ എടുത്ത് ആവേശം കൊടുക്കാൻ ലാല് കാണിക്കുന്ന താല്പര്യമായി എന്നെ സംശയപ്പെടുത്തുന്നത്. അത് മനസ്സിലാക്കണ്ടേ? രാജ്യത്ത് ഏത് ശക്തിയെയാണ് പരാജയപ്പെടുത്താൻ നിങ്ങളും ഞാനും ശ്രീ റഹീമും ഒക്കെ പരിശ്രമിക്കുന്നതെന്ന് നോക്കിയാൽ ആ ശക്തികൾക്ക് ആവേശം കൊടുക്കുന്ന, ആ ശക്തികൾക്ക് പ്രചോദനം നൽകുന്ന, ആ ശക്തികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന അതേ സമീപനം തന്നെ ചാനലുകളിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തുദ്ദേശത്തിലാ? ഒരിക്കലും ചാനലിനെ കുറ്റപ്പെടുത്തണ്ട. ഒരുപക്ഷെ ഈ കാര്യത്തിൽ കുരിശിന്റെ പേരിൽ ശ്രീ പിണറായിയെ കുരിശിൽ തറയ്ക്കാൻ നിങ്ങൾ ആത്മാർത്ഥത ഇല്ലാതെ ശ്രമിച്ചതുകൊണ്ട് ഉണ്ടായ ചോദ്യം മാത്രമാണ്. ഇന്ന് അതെല്ലാം തിരിച്ച് ഈ സമുദായത്തിന്റെ മേലധ്യക്ഷന്മാർ തന്നെ തിരിഞ്ഞു കൊത്തുമ്പോൾ, നിങ്ങളെ കൊത്തുമ്പോൾ ആണ് ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. ശ്രീ റഹീമിന് അതിനെക്കുറിച്ച് പറയാനുണ്ടാവും. അതിനു മുമ്പ് ശ്രീ KVS ഹരിദാസ്, ഈ കാര്യത്തിൽ ബി.ജെ.പിയുടെ താല്പര്യം സുരേഷ് ബാബു, ഞാൻ തിരിച്ചു വരാം. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. റഹീമും പറയും, അങ്ങേക്ക് തിരിച്ചു മറുപടിയും പറയാം. ശ്രീ KVS ഹരിദാസ്, സുരക്ഷയുടെ പേരിൽ, പരിസ്ഥിതിയുടെ പേരിൽ മൂന്നാറിൽ ഇടപെടുമെന്ന് ഇപ്പോൾ പറയുന്ന കേന്ദ്രമന്ത്രി എന്തുകൊണ്ട് ഈ കുരിശ് അവിടെ തറച്ചപ്പോൾ തന്നെ, വർഷങ്ങളായി അത് അവിടെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഇടപെട്ടില്ല? അങ്ങനെയുള്ള അധികാരമുണ്ടെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ ജാഗ്രതപ്പെടുത്തിയില്ല? ഇപ്പോൾ എന്തിന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ഈ ഏർപ്പാട്? അല്ല കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണ് എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നണേ. കാരണം ബി.ജെ.പി അവിടുത്തെ പ്രശ്നങ്ങളിൽ കുമ്മനത്തിൻ്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസങ്ങളിലാണ് മൂന്നാർ സന്ദർശനം ഉണ്ടായതും ആ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതൊക്കെ അടുത്തുണ്ടായ സംഭവം. അതിനുശേഷമാണ് അത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചു. അത് ഞാൻ ആ കാര്യത്തിൽ വളരെ വേറൊരു തരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, കേന്ദ്ര സർക്കാരും കൂടി സഹകരിച്ചുകൊണ്ട് മൂന്നാറിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ലാലേ. അതിന് കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടുമെങ്കിൽ കേരള സർക്കാർ അത് വാങ്ങട്ടെ. പരിസ്ഥിതിയും അവിടുത്തെ ടൂറിസം ഒക്കെ നമുക്കറിയാം.
സംസ്ഥാന വിഷയങ്ങളാണ്. കേന്ദ്രത്തിന് അവിടെ വന്നിട്ട് നേരിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും അറിയില്ല, ലാലിനും അറിയില്ല, ചെയ്യാൻ പറ്റില്ല. സഹായിയാണ് പിണറായി എന്ന് പറഞ്ഞുകൊണ്ടാണോ ഈ സംസ്ഥാനവുമായുള്ള ഇടപെടൽ, ഈ സാമന്ത ഇടപാടുകൾ നടത്തുന്നത് പോലെയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെന്ന് ഇന്നലെ പറഞ്ഞു വെച്ചതേ ഉള്ളൂ മുഖ്യമന്ത്രി. അല്ല, ഞാൻ പറഞ്ഞത് അവിടുത്തെ കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ചിടപെട്ടിട്ട് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കട്ടെ. അതിനുള്ള സാധ്യതകൾ ആരായാൻ നോക്കൂ. കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. ഇപ്പം കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തിൻ്റെതായ ഒരു പരസ്യമായ പ്രതികരണം നടത്തി. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കണു. പക്ഷെ കേന്ദ്രം ഇതിനകത്ത് ഇടപെടും എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഇടപെടുന്ന 356 അനുച്ഛേദം അനുസരിച്ചുള്ള ഇടപെടലല്ലോ. കേന്ദ്രത്തിന് ഇത്തരം കാര്യങ്ങളിൽ കേരളത്തെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ആ സഹായം തേടാൻ കേരളം കൂടി തയ്യാറാവണം. അതിൻ്റെ പേരിൽ കുറച്ച് സാമ്പത്തിക സഹായം കിട്ടുമെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൂടെ? ആ പല നഗരങ്ങളും ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം, കേന്ദ്ര സഹായത്തോടെ ചില നഗരങ്ങളുടെ പുനരാവിഷ്കാരവും അല്ലെങ്കിൽ പുനരുദ്ധാരണമൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ മൂന്നാറിന് വേണ്ടി എന്ത് സഹകരണമാണ് ശ്രീ KVS ഹരിദാസ് കേന്ദ്രത്തിൽ നിന്ന് തേടേണ്ടത്? കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയെ കാണാൻ അവസരം ചോദിച്ച് 2 തവണ പോയ ഇവിടുത്തെ സംഘത്തിനുണ്ടായ അനുഭവം ഞാൻ പറയേണ്ടതില്ല. മുഖ്യമന്ത്രി ഇനിയും നാണം കെടണമെന്നാണോ? എവിടെ പോയി ചോദിക്കണമെന്നാണ്? അല്ല, അത് മുഖ്യമന്ത്രി ഞാൻ ചോദിക്കണമല്ല, മുഖ്യമന്ത്രി ചെന്നിട്ട് കാണണ്ടെന്നൊന്നും പറയില്ല പ്രധാനമന്ത്രി. ഞാൻ സംശയമൊന്നുമില്ല അതിനകത്ത്. ഇവിടുത്തെ സർവകക്ഷി യോഗം പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടായിരുന്നില്ല, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇവർ ചെല്ലുന്ന ദിവസം അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടായിരുന്നില്ല. അതല്ലേ പ്രശ്നം? അത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ആ വിഷയത്തിലേക്ക് കൂടി ഇതിനകത്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ സുരേഷ് ബാബു പറഞ്ഞൊരു കാര്യം സൂചിപ്പിക്കാതെ പോകാൻ പറ്റില്ല. ഇന്നലെ രാവിലെ ലാലെ നമ്മളൊക്കെ കണ്ടതാണ് ഈ ആ കുരിശ് പറിച്ചെടുക്കുന്ന രംഗം ലൈവായിട്ട് പല ചാനലുകളിലും വന്നിരുന്നു. ശരിയാണ്, ആ സംഭവം ഉണ്ടായ സമയത്ത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇടപെട്ടുകൂടായിരുന്നു? മുഖ്യമന്ത്രി വിളിച്ചിട്ടൊരു ഫോൺ ചെയ്തിരുന്നെങ്കിൽ ആ ഇടപെടൽ അവിടെ നിൽക്കുമായിരുന്നില്ലേ? അതെന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ചെയ്യായിരുന്നേ? ഈ സംഭവം മുഴുവൻ അടിച്ച് പൊളിച്ച് തകർത്ത് കഴിയുന്നത് വരെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇടപെടാതിരുന്നേ? അതിനുശേഷം CPI-കാരനായ റവന്യൂ മന്ത്രി പരസ്യമായിട്ട് അതിനെ ന്യായീകരിക്കുന്നു, അതുപോലെ തന്നെ കളക്ടർ ന്യായീകരിക്കുന്നു, അതുപോലെ തന്നെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ന്യായീകരിക്കുന്നു. ഇന്നിപ്പോൾ CPM-ന്റെ നേതാവായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള അച്യുതാനന്ദനും അതിനെ ന്യായീകരിക്കുന്നു. ഈ ഒരു അവസ്ഥ ഇതൊക്കെ ഓരോ കാഴ്ചപ്പാടുകൾ തന്നെയാണ്. എന്തൊക്കെയാണ് കാണേണ്ടത്, എന്തൊക്കെ കാണണ്ട എന്നുള്ള ഒരു സെലക്റ്റീവ് എഡിറ്റിംഗ് ആരാണ് നടത്തുന്നത് എന്നാണ് വ്യക്തമാകാത്തത് ഈ കാര്യത്തിൽ. ശ്രീ A. റഹീം, ഇപ്പോൾ ഇവിടെ ഉന്നയിച്ചതുപോലെ ഈ കാര്യത്തിൽ എത്ര വേഗത്തിലാണ് മുഖ്യമന്ത്രി ഇടപെട്ടത് എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ പേരിലാണോ ഇന്നിപ്പോൾ ഇവിടെ ഉന്നതതല യോഗം കൂടിയത് എന്നൊക്കെയുണ്ട്. എന്താണ് ഇടത് സർക്കാർ മുഖ്യമായി കൊടുക്കുന്ന പരിഗണന? ഇവിടെ മൂന്നാറിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നുള്ളതിന് എന്തുമാത്രം പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് എത്തിച്ചുകൊണ്ടൊരു ദൃശ്യ ആവിഷ്കാരം കാണിക്കുക എന്നുള്ള രീതിയിലാണോ അതിൻ്റെ ഉദ്ദേശം? അതോ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പട്ടയ വിതരണമായിരുന്നു ഏറ്റവും മുഖ്യമായ കാര്യം? ആ കാര്യത്തിൽ വേണ്ട ജാഗ്രത ജില്ലാ ഭരണകൂടം കാണിച്ചോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതാണ് വേണ്ടത് എന്നൊരു ചർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് മുഖ്യമായ പരിഗണന എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അല്ല, മുഖ്യമായ പരിഗണന ഒരു സംശയവും വേണ്ട. ഇക്കാര്യത്തിൽ, ഈ പർട്ടിക്കുലർ കാര്യത്തിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം, സർക്കാർ ഭൂമി വീണ്ടെടുക്കണമെന്നത് തന്നെയാണ്. അതിനേക്കാളൊക്കെ മുന്തിയ പരിഗണന അതൊരു ഭൂമിയുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ മുന്തിയ പരിഗണന എന്താ? അത് സമൂഹത്തിൻ്റെ ഒരു കമ്മ്യൂണൽ ഹാർമണിക്ക് ഒരു പോറലേൽക്കരുത് എന്നുള്ളതാണ്. പക്ഷേ വളരെ യാദൃച്ഛികമായി ഇത്തരമൊരു കാര്യമുണ്ടാകുന്നു. ഇവിടെ ശ്രീ KVS ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം ആ സമയത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ്. ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടപെട്ടു എന്ന് മാത്രമല്ല, ആ സംഭവം ഉണ്ടായി ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കുന്നതാണല്ലോ. കുരിശ് തകർക്കുമ്പോൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അവിടെ മറ്റൊരുപാട് അനധികൃത നിർമ്മാണ പ്രവർത്തനമുണ്ട്. കുറേ ദിവസമായി അവിടെ നിരവധി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലുമാണവർ. അതിൻ്റെ ഭാഗമാണിത് എന്നാണ് സ്വാഭാവികമായും കരുതുക. അത് ശ്രദ്ധയിൽപ്പെട്ടു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായ സംഭവത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഭരണ നേതൃത്വത്തിന് ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞു. ആ നിലപാട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോഴും മറ്റു കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല. ഇപ്പോൾ കുരിശ് പൊളിക്കേണ്ടതല്ലോ പറഞ്ഞത്. കുരിശൊരു പക്ഷേ പൊളിക്കേണ്ടി വരുമായിരുന്നു, ഇല്ലെങ്കിൽ നീക്കം ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ അവരുമായിട്ട് എന്തെല്ലാം സംസാരിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അവധാനതയില്ലാതെ പോയി എന്നുള്ളതാണ് സർക്കാർ അക്കാര്യത്തിൽ ഉന്നയിച്ച കാര്യം. ഇതിലെല്ലാം പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്താ? പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഏതുമാകാം. ഇപ്പോൾ സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെ
സഖാവ് പിണറായി മറിച്ചായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഈ നടപടിയെ ന്യായീകരിക്കുകയായിരുന്നുവെങ്കിൽ ശ്രീ KVS അങ്ങ് ആത്മാർത്ഥമായി പറ. ശ്രീ സുരേഷ് ബാബു സത്യസന്ധനായ ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഞാൻ അംഗീകരിക്കുകയാണ്. ആ ധാരണയാണ് എനിക്കുള്ളത്. അത് താങ്കൾ ആത്മാർത്ഥമായി പറ. PM സുരേഷ് ബാബുവിൻ്റെ നിലപാടല്ല ഞാൻ ചോദിക്കുന്നത്. KPCC ആസ്ഥാനത്ത് നിന്നിറങ്ങുന്ന പത്രക്കുറിപ്പ് എന്താകുമായിരുന്നു? പ്രതിപക്ഷ നേതാവിൻ്റെ പത്രക്കുറിപ്പ് എന്താകുമായിരുന്നു? ഉറഞ്ഞു തുള്ളുമായിരുന്നില്ലേ? രണ്ടാം വിമോചന സമരത്തിൻ്റെ തിരക്കഥ എഴുതി വെച്ച് കാത്തിരിക്കുകയായിരുന്നു ഇന്നലെ നിങ്ങൾ ഈ സംഭവം ഉണ്ടായതിന് ശേഷം. കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഏത് നിലയിലും അസ്ഥിരപ്പെടുന്നതിനുള്ളൊരു മാരിവിൽ സഖ്യം ഓരോ സന്ദർഭത്തിലും നിങ്ങൾ രൂപപ്പെടുത്തുകയാണ്. അവിടെ നിങ്ങൾ രൂപപ്പെടുത്തി ഉന്നയിക്കുന്ന കാര്യങ്ങൾ സെൻസേഷണലിസം മാത്രമാണ്. കാര്യങ്ങളെ കൂടുതൽ പർവ്വതീകരിക്കുക, അതിൻ്റെ ആളിക്കത്തിക്കുക എന്നതിനപ്പുറത്ത് വിഷയങ്ങളുടെ മെരിറ്റിൽ നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ UDF ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഇപ്പോൾ ഞങ്ങൾ അവരുടെ ഏജൻ്റാണ് എന്നൊക്കെയാണല്ലോ ശ്രീ കുമ്മനം പറയുന്നത്. ഇവരവിടെ കയ്യേറിയ ഘട്ടത്തിലൊക്കെ ഇടുക്കിയിൽ നിങ്ങൾക്ക് യൂണിറ്റുകളില്ലാഞ്ഞിട്ടാണോ? എന്തേ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു പ്രതികരണം പോലും കൊണ്ടുവന്നില്ല? ഇപ്പോൾ കുരിശ് അവിടെ സ്ഥാപിച്ചു ഇത്രയും നാളായി. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഭരണമല്ലായിരുന്നു ശ്രീ സുരേഷ് ബാബുവിൻ്റെ ഭരണം? എന്ത് നിലപാടെടുത്തു? കുരിശെന്നല്ല, എല്ലാ തരത്തിലുള്ള കയ്യേറ്റമാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് നോക്കണം. പക്ഷേ അവിടെ ജനപ്രതിനിധികളെ വിശ്വാസത്തിലെടുക്കണം. ഒരു ഉദ്യോഗസ്ഥ നേതൃത്വം മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയല്ല. അവിടുത്തെ ജനപ്രതിനിധികളെ, അവിടുത്തെ വ്യത്യസ്ത സഭകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ആ മതവിഭാഗങ്ങളെ ഒക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ താല്പര്യം, ഭൂമി തിരിച്ചു പിടിക്കുക എന്നുള്ള താല്പര്യം നടപ്പിലാക്കണം എന്നുള്ള ഒരു പ്രവർത്തനമാണ് സർക്കാരിൻ്റെ പോളിസി. ശരി, സർക്കാർ ആ പോളിസിയാണ് പറയുന്നത്. ഇത് നിങ്ങൾ ഒരു വിഷയത്തെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ വിഷയത്തെ പർവ്വതീകരിച്ച് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കാണ് ഒന്ന്. രണ്ട്, ശ്രീ സുരേഷ് ബാബു നേരത്തെ പറഞ്ഞത് കെജ്രിവാളിനെ കണ്ടതാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. പിന്നെ ആരെ കാണണമായിരുന്നു? കമൽനാഥിനെ കാണാൻ പറ്റോ? ND തിവാരിയെ കാണണമായിരുന്നോ? SM കൃഷ്ണയെ കാണണമായിരുന്നോ? ആരെ കാണണം സാർ? അങ്ങ് പറയുന്നത് അധികാരത്തിൻ്റെ പേരിൽ അങ്ങ് പോയി എന്നാണ്. ഇതൊക്കെ ആരാണ്? നിങ്ങളുടെ നേതൃത്വമാണ്, നിങ്ങളുടെ നേതൃത്വമാണ്. ശരി, ആ വിഷയത്തിലേക്ക് അല്ല, അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രതികരിക്കുകയാണ്. ഒരുപക്ഷെ അത് കോൺഗ്രസിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ നേടി ഇപ്പോൾ പോകുന്ന പോക്കിൽ അവർ പോകുന്നു എന്ന അഭിപ്രായമാണ് ശ്രീ സുരേഷ് ബാബുവിനുള്ളത്. അതിലേക്ക് കിടക്കേണ്ട ശ്രീ സുരേഷ് ബാബു, ഇപ്പോൾ ഇവിടെ അറിയേണ്ടത് ഒന്ന് മാത്രം. ഇങ്ങനെ പല വിഷയങ്ങൾ വരുമ്പോൾ, ഒരു വർഷം പൂർത്തിയാകാൻ പോകുന്ന പിണറായി വിജയൻ സർക്കാർ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ മാധ്യമങ്ങൾ ദൃശ്യങ്ങളിലൂടെ ഇങ്ങനെ പൊലിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അതിൽ എന്ത് സ്വീകരിക്കണമെന്ന് തുടക്കത്തിൽ അറിയാതെ ആശങ്കപ്പെട്ട് വരുന്നിടത്തേക്ക് എത്ര വരെ പോകുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കുക. അങ്ങനെ വരുമ്പോൾ ആ സമയം കടന്നു പോവുക, പൊതുജനങ്ങളും പൊതുസമൂഹത്തിൻ്റെയും മനസ്സ് വേറെ രീതിയിലേക്ക് പോകുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ചാടിക്കേറി ഇടപെടാൻ വച്ചിരുന്ന ആദ്യത്തെ കാര്യത്തിൽ നിന്ന് മാറിയൊരു അഭിപ്രായം പിന്നെ രൂപവൽക്കരിച്ച് കൊണ്ടുവരിക. ഈ വിഷയത്തിലും അതാണ് സംഭവിച്ചത് എന്ന് പറയേണ്ടി വരുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതുകൊണ്ടല്ലേ ഇതാ വലിയ തിളക്കത്തോടുകൂടി ഇന്നും ഈ കാര്യങ്ങളിൽ കൃത്യമായി ഇടതുമുന്നണിയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും കാര്യങ്ങൾ വ്യക്തമാക്കി മുന്നോട്ട് പോകുന്നത്? നിങ്ങൾക്ക് എന്ത് വിമർശിക്കാനുണ്ട് ഇപ്പോൾ? ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കണം. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുക എന്ന രാഷ്ട്രീയം കോൺഗ്രസിനില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല. നിങ്ങൾ അങ്ങനെ ഒരു പട്ടം ഞങ്ങളുടെ തലയിൽ ചാർത്തി വെക്കാതിരിക്കണം എന്നെൻ്റെ പ്രിയ സ്നേഹിതൻ റഹീമിനോട് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് വളർന്നു വന്നിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ ചെറുക്കാനുള്ള താല്പര്യമാണ്. ആരെ കാണണം എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഇന്ന് സീതാറാം യെച്ചൂരി നൽകിയ ഒരു മറുപടിയുണ്ട്. എന്താണ് മറുപടി? അദ്ദേഹം ഇന്ന് കോൺഗ്രസ് പ്രസിഡന്റിനെ സന്ദർശിച്ചിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ നിതീഷ് കുമാർ, ബീഹാറിലെ മുഖ്യമന്ത്രി, കോൺഗ്രസ് പ്രസിഡന്റ് സന്ദർശിച്ചിട്ടുണ്ട്. ഡൽഹി രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയത്തെ കാണാതെ, അതിൻ്റെ സാങ്കത്യത്തെ ഉൾക്കൊള്ളാതെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ നയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഇവിടെ ഒളിഞ്ഞും തെളിഞ്ഞും ഫാസിസ്റ്റ് വർഗീയ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്ന സമീപനമായി പോകുന്നില്ലേ എന്ന് സ്വയം ഈ ചാനലിൽ ചർച്ച ചെയ്യേണ്ട, ചാനലിൽ സംസാരിക്കുകയും വേണ്ട, സമ്മതിച്ചു തരികയും വേണ്ട. സ്വയം ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നത്തെ ഇന്ത്യ ആവശ്യപ്പെടുന്ന എന്ത് രാഷ്ട്രീയമാണ്? ആ രാഷ്ട്രീയത്തിന് അനുകൂലമാണോ ഈ നിലപാടുകൾ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ CPM-ഉം CPI-യും തമ്മിൽ ഇതാരും ചെയ്തതല്ലല്ലോ. കോൺഗ്രസോ UDF-ഓ കേരള കോൺഗ്രസോ ഒന്നും ചെയ്തതല്ലല്ലോ അവിടെ ഇടുക്കിയിൽ നടന്നിട്ടുള്ളത്.
മൂന്നാറിൽ നടന്നിട്ടുള്ളത്? അതൊക്കെ ചെയ്തിരിക്കുന്നത് ആരാ? ശ്രീ പി എം സുരേഷ് ബാബു, സ്വയം ആലോചിക്കുക. CPI-യും CPM-ഉം തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം വരുന്നതായി വാർത്തകൾ വരുമ്പോൾ ഈ കാര്യത്തിൽ തന്നെയാണെങ്കിലും പെട്ടെന്ന് പ്രതിപക്ഷ നേതാക്കൾ പറയുന്ന ഒരു കാര്യം ഞങ്ങൾ CPI-യുടെ ഭാഗത്താണ് എന്നാണ്. ആ കാര്യത്തിൽ അവർ തമ്മിൽ ഒരു ധാരണ എത്തി പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വീണ്ടും ആ തൃശങ്കുവിലേക്ക് തിരിച്ചെത്തുകയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചോദ്യം. നിങ്ങൾ ആ കാര്യത്തിൽ ഒരു കൃത്യമായ രാഷ്ട്രീയം എപ്പോൾ കൊണ്ടുവരും? അതാണ് ഇനി അറിയേണ്ടത്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ഈ ചർച്ചയോട് അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ A. റഹീം, ശ്രീ PM സുരേഷ് ബാബു, ശ്രീ KVS ഹരിദാസ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.